ഹായ് ഹലോ, നമ്മുടെ വീടുകളിൽ കാണുന്നതാണ് ഫ്രിഡ്ജിൽ ഫീസറിൽ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് ഈ ഐസ് കട്ട. ഉണ്ടോ? ഐസ് കട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തണുപ്പ് കാലമൊക്കെ ആയതുകൊണ്ട് ഇഷ്ടംപോലെ ഐസ് കട്ട കാണുന്നുണ്ട്. ഇത് പഴയ മോഡൽ ഫ്രിഡ്ജിലൊക്കെ എന്ന് പറയുന്നത് ഈ ഐസ് കട്ട പോകാൻ വേണ്ടി ഒന്നുമില്ല എന്ന് പറയുന്നത് നമ്മൾ ഓഫ് ചെയ്തിട്ടാൽ മാത്രമേ പോകുള്ളൂ. അത് പുതിയതിലും പോകും. പക്ഷേ പുതിയതിലെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ബർണറുണ്ട്, അത് ഞെക്കുമ്പോൾ ഐസ് കട്ട പോകും. പക്ഷേ അത്രയും കറണ്ട് നമുക്ക് ഒരുപാട് എരിഞ്ഞ് പോകും. പക്ഷേ അതിനുള്ളൊരു കുഞ്ഞ് ടിപ്സാണ് കേട്ടോ. മെയിനായിട്ടെന്ന് പറയുന്നത് ഇതുണ്ടോ, ഇത് മൊത്തം ഐസ് കട്ടയാണ്. അപ്പോൾ വളരെ ഒരു ചിലവുമില്ലാതെ നമുക്ക് ഈസി ആയിട്ട് ഈ ഐസ് കട്ട നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കാം. മെയിനായിട്ടെന്ന് പറയുന്നത് അതിന് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ വെച്ച് വൃത്തിയാക്കാൻ വേണ്ടി നിൽക്കരുത്. കറണ്ടാണ് ഇത്, നമുക്ക് ഓഫ് ചെയ്തിട്ട് തന്നെ വൃത്തിയാക്കണം. അതുകൊണ്ട് അത് മൊത്തം ഐസ് കട്ടയാണ്. ഇതൊന്നും അല്ല, ഐസ് കട്ട ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോൾ കറണ്ടുകൾ ഇടയ്ക്കും മുറയ്ക്കും പോകുന്നതുകൊണ്ടാണ് ചിട്ടയില്ലാത്ത. എങ്കിലും ഇതിനകത്ത് ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി നമുക്ക് നല്ല രീതിയിലൊന്ന് ക്ലിയറാക്കി എടുക്കാം. വേണ്ട, ഫുള്ളും ഐസ് കട്ട ഇതുമാണ്. ഇത് കണ്ടല്ലോ. അപ്പം എന്തായാലും നമുക്ക് ആ ടിപ്സിലോട്ടൊന്ന് കിടക്കാം. ഇതിന് വേണ്ടുന്നത് അതുപോലെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് പാത്രം അല്ലെങ്കിൽ ഗ്ലാസ് ആയാലും മതി. അതേപോലെ ഒരു വെള്ളം ഇതാണ്ടോ. പിന്നെ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന പൊടിയുപ്പോ കല്ലുപ്പോ എന്തായാലും മതി. എന്തായാലും ഞാൻ അത്യാവശ്യം അത്ര പൊടിയുപ്പ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ മെയിനായിട്ടെന്ന് പറയണത് ഇതുപോലെ ഒരു തുണി. നമുക്ക് എന്തായാലും ഈ പൊടിയുപ്പിനെ നല്ല രീതിയിലൊന്ന് ഈ വെള്ളമായിട്ടൊന്ന് കലക്കാം. നല്ല രീതിയിൽ കലക്കിയെടുക്കണം. കലക്കിയെടുത്തിട്ടെന്ന് പറയുന്നത് മെയിനായിട്ട് ഈ തുണി നമുക്ക് മുങ്ങാൻ കണക്കിനാണ് എടുക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുങ്ങാൻ കണക്കിനായാലും കുഴപ്പമില്ല. അല്ലാതെ ഇതിൻ്റെ പുറത്തൂടെ ഒഴിച്ച് കംപ്ലീറ്റ് നനയുള്ള രീതിയിൽ വേണം എടുക്കുക. എന്ന് പറഞ്ഞാൽ മെയിനായിട്ടെന്ന് പറയുന്നത് ചെറിയ ടവലുണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇതല്ലാത്ത കോട്ടൺ ചെറിയ പീസ് തുണിയാണ്. അപ്പോൾ എന്തായാലും ഇതിനെ ഞാൻ നല്ല രീതിയിൽ മുക്കിയെടുത്തിട്ടുണ്ട്. ഇതാണ്ടോ, ഇപ്പം നല്ല രീതിയിൽ മുക്കിയിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് ആ ഫ്രിഡ്ജിൻ്റെ ഫീസറിനകത്തോട്ട് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്നൊന്ന് കാണാം. എന്തായാലും ഞാൻ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ട് തന്നെ ഇത് ചെയ്യണം. ഇപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുക്കിയ ഉപ്പുള്ള തുണി ഉണ്ടല്ലോ, അത് വെച്ച് ഇതൊന്ന് തുടയ്ക്കും. ഇതിൻ്റെ മേളും എല്ലാം തുടച്ചെടുക്കണം. നല്ല രീതിയിൽ മുക്കി നല്ല രീതിയിൽ തുടച്ച് ഒരു 10 മിനിറ്റ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അതുകൊണ്ട് ഇപ്പോഴേ ഐസ് നോക്കിയാണ്. കണ്ടോ, ഇതുണ്ടോ. ഫോണിലെടുക്കുന്നതുകൊണ്ട് ക്ലാരിറ്റി കുറവാണ്. ഇപ്പോഴേ ഐസ് ഇളകി വരുന്നുണ്ട്. ഇതാ കണ്ടോ. എന്തായാലും ഇനി ഇത് 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഏകദേശം ഫീസറിലുള്ള ഐസൊക്കെ ഇതാ വീണ് തുടങ്ങിയിട്ടുണ്ട്. ഒരു ഇതല്ല, അതായത് കണ്ടോ, ഞാൻ ജസ്റ്റ് വെളിയിലോട്ട് കാണിക്കാൻ പറ്റുന്നതാണ്. വീട്ടിൽ കുറച്ച് പൊടിയുപ്പ് മതി കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കറണ്ടാണ്. ഓഫ് ചെയ്തിട്ട് വേണം എന്ത് കാര്യം ചെയ്യാൻ. ഇനി എന്തായാലും നമുക്കൊരു തുണി വെച്ച് ഇതിനെ തുടച്ച് വൃത്തിയാക്കി എടുക്കണം. ഞാൻ വേറെ തുണി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താ എളുപ്പം, ഫീസറിൽ അഴുക്കും പോയി. കണ്ടോ, ആർക്കും ചെയ്യാം. പിന്നെ മെയിനായിട്ടെന്ന് പറയുന്നത് തുണി വെച്ച് വേണം ഫീസറിൻ്റെ ഇതിനകം ക്ലീൻ ചെയ്യണം. അല്ലാതെ വേറെ ഒന്നും എടുത്ത് വെച്ച് നമ്മൾ കുത്തിപ്പിടിക്കുകയോ വേറെ ഒന്നും ചെയ്ത് കളയില്ല. ഗ്യാസിൻ്റെ ഒരു സമ്പ്രദായമുണ്ട് ഇതിനകത്ത്. അത് പൊട്ടിപ്പോയാൽ പിന്നെ ഫ്രിഡ്ജ് കൊണ്ട് ഒരു ഉപയോഗമില്ല. അപ്പോൾ ആർക്കും ഈ ടിപ്സ് ഉപയോഗിക്കാം. കണ്ടോ, ഫീസറിനകം നല്ല രീതിയിൽ വൃത്തിയായിട്ടുണ്ട്. കണ്ടോ, നല്ല രീതിയിൽ വൃത്തിയായിട്ടുണ്ട്. ഇനി ഇതിനകത്തെന്ന് പറയുന്നത് ഈ കാണുന്ന മഞ്ഞ ഒരു സൈസ് കളറില്ല, അതിനൊക്കെ ഒരു കുഞ്ഞ് ടിപ്സ് കൂടെ ഉണ്ട്. അതിന് വേണ്ടുന്നത് നമ്മുടെ വീട്ടിലെ ഈ ഉരുളക്കിഴങ്ങുണ്ടല്ലോ, ഉരുളക്കിഴങ്ങ് ഇങ്ങനെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇതിന് ഒരു പീസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം.
ഇതുപോലെ ഒരു പീസ് മതി. ഇനി ഇതിനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഈ സ്പൂണിൻ്റെ മൂടോ അല്ലെങ്കിൽ നമ്മൾ ബിരിയാണിയൊക്കെ തിന്നാൻ ഒരു സൈസ് പല്ല് പോലത്തെ സ്പൂണുണ്ടല്ലോ, അത് വെച്ചതാ ഇതുപോലെ ഇതൊന്ന് അവിടെ കുത്തി കൊടുക്കണം. അല്ലെങ്കിൽ കത്തി ഉണ്ടെങ്കിൽ അതായാലും മതി. ഇതിന് ബെറ്റർ കത്തിയാണ്. ഇങ്ങനെ കുത്തുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ആക്കുമ്പോൾ ഇതിൽ നിന്നൊരു നീര് വരുന്നുണ്ടോ, ഒരു നീര്. മിക്സറിൻ്റെ അകത്തോട്ട് മൊത്തം നല്ല രീതിയിലൊന്ന് തേക്കാം. വേണ്ട വേറെ ഇതൊന്നുമില്ല. അപ്പം എപ്പോഴും നല്ല രീതിയിൽ ഇതിനകം വെളുത്ത് തന്നെ ഇരിക്കും. വേറെ കളറ് അങ്ങനെ കാര്യങ്ങളൊന്നും വരില്ല. വേണമെങ്കിൽ ഒരു തുണിയും കൂടെ വെച്ച് തുടച്ചു കൊടുക്കാം. ഇപ്പോൾ എന്തോ മനോഹരമാണ്. ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ചെറിയൊരു പീസ്, ശകലം ഉപ്പുപൊടി, ഒരു തുണി, ശകലം വെള്ളം ഉണ്ടെങ്കിൽ ഫ്രീസർ ക്ലീൻ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഓൾ ബെല്ലൈക്കനോട് ഒന്ന് പ്രസ് ചെയ്തിട്ട് അതുപോലെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇതെല്ലാം മൊബൈൽ വെച്ച് എടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റിയേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ചാനലിന് വേണ്ടുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.